ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണയും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. 2020 വർഷം കഴിഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക് 2021 നാം കടന്നിരിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ ആദ്യ മാസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ചിന്ത, ഈ വർഷം നമുക്ക് എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വർഷം അനുഗ്രഹമാക്കി മാറ്റുവാൻ ആ വ്യക്തിയുടെ ദർശനങ്ങൾക്ക് സാധിക്കുമെന്ന് നാം ഇന്ന് ചിന്തിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ആ വ്യക്തിയുടെ ദർശനം. പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ, സഭയിലെല്ലാം ദർശനങ്ങൾ തെറ്റിപ്പോകുമ്പോഴാണ് ജനം തെറ്റിപ്പോകുന്നത്. അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 29 അധ്യായം അതിൻ്റെ 18 വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: വെളിപാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ഒരു സമൂഹത്തിൽ, ഒരു സഭയിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർ തെറ്റിപ്പോകാൻ ഒരു കാരണം, മര്യാദ വിട്ട് തെറ്റിൽ ജീവിക്കാൻ ഒരു കാരണം അവിടെ വെളിപാടില്ലാത്തതാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. വെളിപാട് എന്ന് പറയുന്നത് നമുക്കറിയാം, ദർശനമാണ്. നാളെയെക്കുറിച്ചുള്ള ദർശനമില്ലാത്തവർ, നാളെയെക്കുറിച്ചൊരു സ്വപ്നമില്ലാത്തവർ, അവരുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തതുകൊണ്ട് അവരുടെ ജീവിതം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിജയിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദർശനമുള്ളവരായിരുന്നു. അവർ നല്ല നല്ല സ്വപ്നങ്ങൾ ഉള്ളവരായിരുന്നു. അവർക്ക് ചില വെളിപ്പാടുകൾ അവർ സ്വന്തമാക്കിയിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ജയിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉയർച്ചയും പ്രാപിക്കാൻ കഴിയാത്ത കാരണം, ആത്മീയമായി ഭൗതികമായി നമുക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, അതിനൊരു കാരണം നമുക്ക് നല്ല ദർശനങ്ങളില്ല, നല്ല വെളിപ്പെടുത്തലുകൾ, വെളിപാടുകളില്ല, നല്ല നല്ല സ്വപ്നങ്ങൾ നമുക്കില്ല. അതിൻ്റെ മുഖാന്തരമായിട്ട് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതം പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. 2020 എന്ന വർഷം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വർഷമാണ്. ജീവിതത്തിൽ ഒത്തിരി യാതനകളിലൂടെ, വേദനകളിലൂടെ, കഷ്ടതകളിലൂടെ ലോകം മുഴുവൻ കടന്നുപോയ ഒരു വർഷമായിരുന്നു. എന്നാൽ ഈ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ്, ദൈവഹിതം തിരിച്ചറിഞ്ഞ്, ദൈവത്തെ ആരാധിച്ച് എല്ലാ കഷ്ടതയിലും സന്തോഷം അനുഭവിച്ച അനേകം വ്യക്തികളുണ്ട്. രോഗത്തിൻ്റെ മധ്യത്തിലും, ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിലും, വേദനയുടെ മധ്യത്തിലും ദൈവസാന്നിധ്യം രുചിച്ചറിഞ്ഞ്, തിരിച്ചറിഞ്ഞ്, ദൈവത്തെ മഹത്വപ്പെടുത്തി ആനന്ദം അനുഭവിച്ച അനേകം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, കൃപയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് മരണം വഴി മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് ദൈവം ആയുസ് നൽകി, ആരോഗ്യം നൽകി, ബലം നൽകി 2021 എന്ന ഈ വർഷത്തിലേക്ക് കടക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. എന്നാൽ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് വിജയകരമാക്കി മാറ്റാൻ സാധിക്കണം. നമ്മുടെ ദർശനങ്ങളെ നാം ഏത് വിധത്തിലാണ് കാണുന്നത്, അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് വചനം പറയുന്നു, ദർശനമില്ലാത്തിടത്ത് ജനം തെറ്റിപ്പോകുന്നു. ദർശനമില്ലാത്ത ഒരു സഭ തെറ്റിപ്പോകുന്നു. ദർശനമില്ലാത്ത ഒരു കുടുംബം തെറ്റിപ്പോകുന്നു. ദർശനമില്ലാത്തൊരു വ്യക്തി, അവരുടെ വ്യക്തിപരമായ ജീവിതം വഴിതെറ്റിപ്പോകുന്നു. അതുകൊണ്ട് നമുക്ക് വ്യക്തമായൊരു ദർശനം ഉണ്ടായിരിക്കണം. ഈ ദർശനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ദൈവം നൽകുന്ന ദർശനങ്ങളുണ്ട്. ദൈവം മനുഷ്യന് ദർശനങ്ങൾ നൽകുന്നത് അവൻ്റെ അഭിവൃദ്ധിക്ക്, ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവിക ദർശനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം മാറിമറിയും.
അതിനതേ അനേകം ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കാണാൻ സാധിക്കും. ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, ദൈവികമായ ദർശനങ്ങൾ ലഭിച്ച അനേകം വ്യക്തികൾ അവരുടെ ജീവിതം മാറി മറിയുന്നതായി കണ്ടിട്ടുണ്ട്. അനേകം വ്യക്തികൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ, അതായത് ദൈവത്തിൻ്റെ വെളിപ്പാട് ലഭിച്ച് ജീവിതം മാറി മറിഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് നാം ഇപ്പോൾ ചിന്തിക്കുകയാണ്. അത് യാക്കോബാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 11 മുതൽ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യാക്കോബിൻ്റെ ജീവിതം മാറി മറിയുന്ന നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബ് അവൻ ഉപായത്തിൽ തൻ്റെ ജ്യേഷ്ഠനെ വഞ്ചിച്ചു, അപ്പനെ വഞ്ചിച്ചു. അമ്മയുടെ ഉപദേശപ്രകാരം അവൻ നാടുവിട്ട് ഓടിപ്പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു ദർശനം, ഒരു വെളിപ്പാട് അവനുണ്ടാകുകയാണ്. അത് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 11-ാം വാക്യം മുതൽ. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. യാക്കോബ് വളരെ നിരാശയോടെയാണ് യാത്ര ചെയ്യുന്നത്. വളരെ വേദനയോടെ, കുറ്റബോധത്തോടെയാണ് യാത്ര ചെയ്യുന്നത്. അവൻ വീട് വിട്ട്, അപ്പനും അമ്മയും വിട്ട് എല്ലാം ഉപേക്ഷിച്ച് അവൻ നാട് വിടുകയാണ്. ഇങ്ങനെ യാക്കോബ് കിടന്നുറങ്ങുന്ന സമയത്ത് അടുത്ത വാക്യത്തിൽ പറയുന്നു, അവനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇതായിരുന്നു: ഭൂമിയിൽ വച്ചിരിക്കുന്നൊരു കോവണി അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങിയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്നു അരുളി ചെയ്തത്: ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവൻ അപ്പനെ വഞ്ചിച്ച്, ജ്യേഷ്ഠനെ വഞ്ചിച്ച് നാടുവിട്ട യാക്കോബ്, അവനങ്ങനെ വഞ്ചിക്കാനൊരു കാരണമുണ്ട്. അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അനുഗ്രഹത്തിന് വേണ്ടി ദാഹിച്ച അവൻ വഞ്ചനയിലൂടെ അനുഗ്രഹം സ്വന്തമാക്കി. അതിൻ്റെ കുറ്റബോധവും പേറി നിരാശയുടെ മധ്യത്തിൽ അവൻ കിടന്നുറങ്ങുമ്പോൾ അവനൊരു ദർശനമുണ്ടാകുകയാണ്. ആ ദർശനം എന്താണെന്ന് നാം കേട്ടു. ആ ദർശനത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്: എല്ലാവരും എന്നെ കൈവിട്ടു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ അപ്പനെയും അമ്മയും എൻ്റെ സഹോദരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഏകനായി എന്ന് തോന്നുന്ന നിമിഷം, ഏകാന്തതയുടെ ആ അനുഭവത്തിൽ ദൈവത്തിൻ്റെ സ്വരം അവൻ ദർശനത്തിലൂടെ കേൾക്കുകയാണ്. ദൈവം പറയുകയാണ്: ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ ഞാൻ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. ഇത് യാക്കോബിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായിരുന്നു. അങ്ങനൊരു സ്വപ്നം, അങ്ങനൊരു ദർശനം അവൻ കണ്ടത് മുഖാന്തരമായിട്ട് അവൻ്റെ ജീവിതം മാറി മറിയുകയാണ്. അവൻ്റെ നിരാശ മാറിപ്പോവുകയാണ്. അവൻ്റെ കുറ്റബോധം മാറിപ്പോവുകയാണ്. അവൻ്റെ ഏകാന്തത മാറിപ്പോവുകയാണ്. ദൈവം തന്നോട് കൂടെയുണ്ട്. ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുമാത്രമല്ല, ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ച് നിവർത്തിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന, ഏകാന്തത തടവറയിൽ കിടക്കുന്ന, കുറ്റബോധത്തിൻ്റെ അടിമനുഖത്തിൽ കിടക്കുന്ന യാക്കോബിന് ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദർശനമായിരുന്നു ഈ ദർശനം. ഇത് ദൈവം നൽകിയ ദർശനമാണ് എന്ന് യാക്കോബ് വ്യക്തമായി തിരിച്ചറിഞ്ഞു. 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: യാക്കോബ് ഉണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമില്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം വെളിപ്പെട്ട, ദൈവിക ദർശനം ലഭിച്ച ആ സ്ഥലത്തെ ഒരു സ്വർഗത്തിൻ്റെ വാതിലായി കാണുകയാണ്. അതായത് ഈ ഒരു ദർശനം ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ യാക്കോബിൻ്റെ ജീവിതം എന്തായിത്തീരുമെന്ന് നമുക്ക് ചിന്തിക്കാനേ സാധിക്കുകയില്ല.
അവൻ എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒരുവൻ ദൈവം പോലും എന്നെ കൈവിട്ടു എന്നുള്ളൊരനുഭവത്തിൽ അവൻ ചെയ്ത തെറ്റ് വീണ്ടും വീണ്ടും അവനെ തെറ്റിലേക്ക് നയിക്കാമായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരു വലിയ പ്രതീക്ഷ നൽകുകയാണ്, ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ അവന് സ്വന്തമാക്കുകയാണ്. അതുമാത്രമല്ല, അവൻ ദൈവത്തെ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരമേ, ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, അത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞ് യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിവർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേരിട്ടു. ആദ്യം ആ പട്ടണത്തിൽ ലൂസ് എന്നായിരുന്നു, ദൈവത്തിൻ്റെ ഭവനം എന്നുള്ള പേരിൽ ആ സ്ഥലം അറിയപ്പെടാൻ കാരണമായി. ഇത് യാക്കോബിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു. നമുക്കറിയാം, ഇതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ചില ദർശനങ്ങൾ, ദൈവികമായ ദർശനങ്ങൾ, ദൈവികമായ ചില വെളിപ്പെടുത്തലുകൾ, വെളിപാടുകൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇനി എന്ന് ആലോചിച്ച് ആകുലപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് നിരാശയുടെ പടുകുഴിയിൽ എനിക്കാരുമില്ല, ഞാൻ ഏകനാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, ആ നിമിഷങ്ങളിൽ ദൈവസാന്നിധ്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തരും. നീ ഏകനല്ല, നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ്, നിന്നെ ഞാൻ മടക്കി വരുത്തുമെന്ന് പറഞ്ഞ്, നമ്മോട് കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഒരു സത്യം ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇതിനു മുമ്പും ഇതുപോലെ പല സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം സംസാരിച്ചിട്ടില്ലേ? ദൈവസ്വരം നാം കേട്ടിട്ടില്ലേ? നിരാശയുടെ പടുകുഴിയിൽ ആരും സഹായിക്കാനില്ലാതെ, ആരും എൻ്റെ സ്വരം കേൾക്കാനില്ലാതെ, എൻ്റെ വേദന കേൾക്കാനില്ലാതെ, കുറ്റബോധത്തിൻ്റെ അടിമതുകത്തിൽ ഞെങ്ങി ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും ദൈവസ്വരം ചില വ്യക്തികളിലൂടെ, ചില പ്രവാചകന്മാരിലൂടെ, ചില വൈദികരിലൂടെ, ചില സുവിശേഷകരിലൂടെ, ഒരുപക്ഷെ സ്വയം ആ ഏകാന്തര തടവറയിലിരിക്കുമ്പോൾ ദൈവം വ്യക്തിപരമായി നമ്മോട് സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെട്ട എത്രയോ അവസരങ്ങൾ, നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, ദൈവത്തിൻ്റെ ദർശനങ്ങൾ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ നിന്ന് അകന്ന് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് സ്വയം വിധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് ദൈവം പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ ആരും സഹായിക്കാനില്ലെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഒരു മരുന്നും ഫലിക്കാതിരിക്കുമ്പോൾ ദൈവം എൻ്റെ രോഗത്തിന് സൗഖ്യം നൽകുന്ന ദൈവമാണ്. ആരും സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ ഏലിയാവിന് കാക്കയെ കൊണ്ട് അപ്പം നൽകിയ ദൈവം എൻ്റെ ദൈവമാണ്, അവൻ എന്നെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പും ധൈര്യവും ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നൽകുന്ന ചില ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അതുപോലെ തന്നെ ദൈവിക രഹസ്യങ്ങൾ ചില വ്യക്തികളിലൂടെ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തരും. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേക പ്രവാചകന്മാരെക്കുറിച്ച് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം പറയുന്ന വാക്കുകൾ ദൈവജനത്തിന് പകർന്നു കൊടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാർ. കൊരിന്ത്യസിൻ്റെ ലേഖനം 1 കൊരിന്ത്യസ് 14 അധ്യായം 3 വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രമോദനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പോൾ ദൈവം ചില പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് എന്തിനാണ്? ആത്മീക വർധനവിന്, പ്രബോധനത്തിന്, ആശ്വാസത്തിന്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുവാൻ, നന്മയും തിന്മയും തിരിച്ചറിയുവാൻ, പ്രബോധനം ലഭിക്കുവാൻ, അത് ആ മനുഷ്യൻ്റെ ആത്മീക വർധനവിനായി ദൈവം ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിരുന്നു. ചിലരെ പ്രവാചകന്മാരായി ദൈവം അഭിഷേകം ചെയ്തിരുന്നു. പ്രവാചകന്മാരുടെ ദൗത്യം എന്താണ്? ദൈവം പറയുന്നത്, ദൈവം കാണിച്ചു കൊടുക്കുന്നത്, അത് കണ്ട് അത് കേട്ട് ജനത്തിന് പകർന്നു കൊടുക്കുക, ജനത്തോട് സംസാരിക്കുക. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ദൈവസ്വരമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നൊരു വ്യക്തിയുടെ ജീവിതം മാറിമറിയും. കഴിഞ്ഞ നാളുകളിൽ അനേകം വ്യക്തികളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒന്നാണ്
ദൈവം ചില വ്യക്തികളിലൂടെ സംസാരിച്ച ചില വാക്കുകൾ, ചില പ്രവചനങ്ങൾ, ഈ പ്രവചനങ്ങളെ അത് ദൈവികമായി സ്വീകരിച്ച് ദൈവമാണ് എന്നോട് സംസാരിച്ചത്, ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, അതുകൊണ്ട് ദൈവം ചില വ്യക്തികളിലൂടെ, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമുള്ള വ്യക്തികളിലൂടെ ദൈവം അതെനിക്ക് വെളിപ്പെടുത്തി തരുന്നു. അത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ അത് കാരണമായി തീരുന്നു. ഇന്ന് പലപ്പോഴും നാം കാണുന്നത് നമ്മുടെ ഭാവി അറിയാൻ വേണ്ടി, നാളെ എന്തെന്നറിയാൻ വേണ്ടി ഉള്ളിൽ ഭയവും ഉത്കണ്ഠയുമായിട്ട് മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. എന്തിനാണ്? നാളെ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നറിയാൻ വേണ്ടി. ഇന്ന് പ്രവാചകന്മാരെ അന്വേഷിച്ചു പോകുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. എന്നാൽ തിരിച്ചറിയുക, എല്ലാ പ്രവാചകന്മാരും ദൈവം അനുവദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാരായിരിക്കണമെന്നില്ല. അതിനെ പരിശോധിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. അപ്പോൾ ഈ ലോകത്തിൽ വ്യാജ പ്രവാചകന്മാരുണ്ടാകാം. ദൈവം പറയുന്നത് കേൾക്കാതെ, ദൈവം കാണിച്ചു തരുന്നത് കാണാൻ കഴിവില്ലാതെ, സ്വന്തം ബുദ്ധിക്ക്, സ്വന്തം മനസ്സിന് തോന്നുന്നത് പ്രവചിക്കുന്ന ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് വ്യാജ പ്രവാചകന്മാരെന്നാണ്. ദൈവം അനുവദിക്കാത്ത, ദൈവം നിശ്ചയിക്കാത്ത ചില പ്രവാചകന്മാർ. ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ നാം ചെന്ന് കണ്ടാൽ ദൈവത്തിന് അകന്നു പോകുവാനും ദൈവകൽപ്പന ലംഘിക്കാനും അത് കാരണമായി തീരും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. പലപ്പോഴും ഇന്ന് പ്രവാചകന്മാരെ അന്വേഷിച്ചു പോകുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന അവസ്ഥ ഇതാണെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. വീണ്ടും ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താല്പര്യം എത്രത്തോളം ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്ന, ദൈവം പറയാത്ത കാര്യങ്ങൾ പറയുന്ന, ദൈവം കാണാത്ത കാര്യങ്ങൾ, ദൈവം കാണിച്ചു കൊടുക്കാത്ത കാര്യങ്ങൾ കേട്ടു എന്ന് പറഞ്ഞ് പ്രവചിക്കുന്ന വ്യക്തികളുടെ വാക്കുകൾക്ക് നാം കേട്ടനുസരിക്കുമ്പോൾ അത് വ്യാജപ്രവചനമാണ്. ദൈവം നമ്മെ അകറ്റുന്ന, ദൈവകൽപ്പനയ്ക്ക് ലംഘനമായി തീരുന്ന പ്രവചനമാണ് നാം കേൾക്കുന്നത്. ഇന്ന് അനേകം പേര് വഴിതെറ്റിപ്പോകാൻ ഒരു കാരണം അതാണ്. അതുകൊണ്ട് പ്രവാചകന്മാരെ അന്വേഷിച്ചു പോകേണ്ടെന്നല്ല. ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത, ദൈവം അഭിഷേകം ചെയ്ത വ്യക്തികളിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. ദൈവവചനം പ്രഘോഷിക്കുന്ന വ്യക്തികളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കണമെന്ന് നാം ആഗ്രഹിച്ചാൽ ദൈവം ഏത് മുഖാന്തരങ്ങളിലൂടെ സംസാരിക്കും. കഴുതയിലൂടെ ദൈവം പ്രവചിച്ചതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോൾ ദൈവത്തിന് ഒരു കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് മുഖാന്തരത്തിലൂടെ, ഒരു മൃഗത്തിലൂടെയോ ഒരു പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ശക്തികളിലൂടെയോ മനുഷ്യനിലൂടെയല്ല, ഏത് രീതിയിലും അത് ദൈവത്തിന് അറിയിക്കാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് നാം ആഗ്രഹിച്ചാൽ മതി, ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ സ്വപ്നം, നിൻ്റെ ദർശനം എന്താണ്, നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ആ വെളിപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കുന്ന മുഖാന്തരം മറ്റു പലതുമായിരിക്കാം. അതുകൊണ്ട് നാം എത്രമാത്രം ആഗ്രഹിക്കുന്നു അതനുസരിച്ച് ദൈവം തൻ്റെ വെളിപ്പെടുത്തലുകൾ ദൈവം നമ്മെ അറിയിക്കും. അതിന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന അഭിഷിക്തന്മാരിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. എന്നാൽ ഇന്ന് കാണുന്നത്, ഇന്ന് പ്രവചനം തേടിപ്പോകുമ്പോൾ, ലക്ഷണം പറയുന്ന വ്യക്തികളെ തേടിപ്പോകുമ്പോൾ അവരോട് സംസാരിക്കുന്നത് ദൈവാത്മാവല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതിനുദാഹരണമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ 16-ാം അധ്യായം 16 മുതൽ വാക്യങ്ങൾ. അതായത് പൗലോസ്ലീഹായും കൂട്ടരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു ലക്ഷണം പറയുന്ന, പ്രവചിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ അവർ കാണുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു,
ഞങ്ങൾ പ്രാർത്ഥനാലയത്തിലേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങൾ എതിരേറ്റു. അവർ പൗലോസിനെയും ഞങ്ങളെയും പിന്നാലെ വന്നു. ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം ഞങ്ങളോട് അറിയിക്കാൻ വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവിടെയുള്ള ഭൂതത്തോട്, അവിടെയുള്ള ദുരാത്മാവിനോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അതവളെ വിട്ടുപോയി. ബോഷ്ക്ക് പ്രവചിക്കുന്ന, ലക്ഷണം പറയുന്ന വ്യക്തിയിൽ പറയുന്ന ആത്മാവ് ഏതാണെന്ന് ഇവിടെ വചനം പറയുകയാണ്. അവളിലുള്ള ഭൂതത്തോട്, അവളിലുള്ള പിശാചിനോട്, അവളുടെ ദുരാത്മാവിനോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ ശാസിച്ചപ്പോൾ, ആ ദുരാത്മാവിനെ ശാസിച്ചപ്പോൾ ഈ ദുരാത്മാവ് വിട്ടുപോയി. പിന്നെ അവൾക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബോഷ്ക്ക് പ്രവചിക്കുന്ന, കള്ളം പ്രവചിക്കുന്ന വ്യക്തിയിലെ ആത്മാവ് ഏതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവാത്മാവാണോ നമ്മോട് സംസാരിക്കുന്നത്, ലക്ഷണം പറയുന്ന, പ്രവചിക്കുന്ന, മുഹൂർത്തം പറയുന്ന, ജാതകം പറയുന്ന, ലക്ഷണം പറയുന്ന ഈ വ്യക്തിയിലൂടെ സംസാരിക്കുന്ന ആത്മാവ് ഏതാണ് നാം തിരിച്ചറിയണം. അതായത് ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. അതിന് നാം ആഗ്രഹിച്ചാൽ മാത്രം മതി. അതല്ല, നമുക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ നാം ദൈവവചനമനുസരിച്ചുള്ള ദർശനങ്ങൾ കാണുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സംഭവം എന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായി എനിക്ക് ദർശനം കാണുവാൻ, എനിക്ക് വെളിപ്പെടുത്തലുകൾ ദൈവിക വചനമനുസരിച്ച് സ്വീകരിക്കുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് കർത്താവിന് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഹബക്കൂക്ക് പ്രവാചകനോട് ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുകയാണ്, യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകമേൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി തന്നെ കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ഇവിടെ ഹബക്കൂക്ക് പ്രവാചകനോട് ദൈവമായ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, യഹോവയായ ദൈവം എന്നോട് അരുളി ചെയ്തു, നീ ഒരു ദർശനം എഴുതുക. ദർശനം എന്താണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നാം നിശ്ചയിക്കുന്നതാണ് ദർശനം. നാളെയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, തലമുറയെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ദർശനം അത് നാം എഴുതി വയ്ക്കണം. നാളെ എന്ത് സംഭവിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്, അത് എഴുതി വയ്ക്കണം. എന്നിട്ട് വചനം പറയുകയാണ്, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം പലകമേൽ തെളിവായി വരയ്ക്കുക, അല്ലെങ്കിൽ എഴുതുക. ആ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ആ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ഒരവധി വെക്കണം. നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, നമുക്കൊത്തിരി സ്വപ്നങ്ങളുണ്ട്, നമുക്കൊത്തിരി ദർശനങ്ങളുണ്ട്. ഈ ദർശനങ്ങൾക്ക് ഒരു അവധി വെക്കണം. അതായത് എൻ്റെ ഭാവി എന്തായിത്തീരണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അത് ഇത്ര ദിവസത്തിനുള്ളിൽ, അത് ഇത്ര മാസത്തിനുള്ളിൽ, ഇത്ര വർഷത്തിനുള്ളിൽ നടക്കുമെന്ന് നാം എഴുതി വയ്ക്കണം. അതായത് ഒരു രോഗിയായ മനുഷ്യൻ, എൻ്റെ ദൈവം ഇത്ര ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് സൗഖ്യം നൽകും, എഴുതി വയ്ക്കണം. അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കാത്തൊരു വ്യക്തി, ഇത്ര മാസത്തിനുള്ളിൽ, ഇത്ര ദിവസത്തിനുള്ളിൽ എൻ്റെ വിവാഹം നടക്കും, അല്ലെങ്കിൽ ദൈവം നടത്തുമെന്ന് എഴുതി വയ്ക്കണം. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു വ്യക്തി അടുത്ത ഇതേ വർഷം അല്ലെങ്കിൽ ഇത്ര മാസങ്ങൾക്കുള്ളിൽ, ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഉദരത്തിൽ, അല്ല എൻ്റെ ജീവിതം അങ്ങോട്ട് ഉദരത്തിൽ ഒരു കുഞ്ഞിനെ നൽകി എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, എഴുതി വയ്ക്കണം. അനേക വർഷങ്ങളായിട്ട് ഭവനം പണി നടക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത വ്യക്തികൾ എഴുതി വയ്ക്കണം. ഇത്ര മാസത്തിനുള്ളിൽ, ഇത്ര ദിവസത്തിനുള്ളിൽ, ഇത്ര ആഴ്ചയ്ക്കുള്ളിൽ, ഇന്ന ദിവസത്തിനുള്ളിൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഭവനം പണി ആരംഭിക്കും, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കും. വചനം പറയുകയാണ്, ആ ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി തന്നെ കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനാ വിഷയമായി ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, 2020 മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല, ഈ വർഷവും ഇത് പ്രാർത്ഥിച്ചാൽ കിട്ടുമോ എന്നുള്ള ഉറപ്പും ധൈര്യവുമില്ല എങ്കിൽ ഈ വചനം വിശ്വസിക്കുക. ഈ വചനം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഒരു ദർശനം എഴുതുക. നിൻ്റെ സ്വപ്നം എന്താണ്, നിൻ്റെ ദർശനം എന്താണ്, നിൻ്റെ ആഗ്രഹം എന്താണ്, അത് നീ എഴുതി വയ്ക്കുക. ഈ എഴുതി വയ്ക്കുന്നത് വിശ്വാസത്താൽ ഏറ്റുപറയുക, അത് ലഭിക്കുന്നത് വരെ പറയുക.
ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. എന്തിനാണ് എഴുതി വയ്ക്കുന്നത്? എഴുതി വയ്ക്കുന്നത് നമ്മൾ വായിക്കാൻ വേണ്ടിയാണ്. വായിക്കുന്നതിനാണ്, വായിക്കുമ്പോഴാണ് നാം കേൾക്കുന്നത്. എന്തിനാണ് കേൾക്കുന്നത്? കേൾക്കുമ്പോഴാണ് നാം വിശ്വസിക്കുന്നത്. വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്താണോ എഴുതി വച്ചിരിക്കുന്നത് അത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന സ്വരത്തിൽ വായിക്കുക, വായിക്കുന്നത് കേൾക്കുക, കേൾക്കുന്നത് വിശ്വസിക്കുക. വിശ്വസിക്കുന്ന പോലെ ഈ വർഷം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. അനേകം പേർ പട്ടുപോയാലും, അനേകം പേർ രോഗികളായാലും, അനേകം പേർ ദാരിദ്ര്യം അനുഭവിക്കുന്നവരായാലും, അനേകം പേർ ജീവിതത്തിൽ നിരാശയും ദുഃഖവും വേദന അനുഭവിച്ചാലും, നാം എന്താണോ വിശ്വസിക്കുന്നത്, നാം എന്താണോ ദർശനം കാണുന്നത്, അതുപോലെ നടത്തി തരുവാൻ ദൈവം മതിയായ ദൈവമാണ്. ആ ദൈവം പറയുകയാണ്, നീ ഒരു ദർശനം എഴുതുക, ആ ദർശനത്തിന് അവധി വയ്ക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ദർശനം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട്. അത് ലഭിച്ചു, അത് കിട്ടിയെന്ന് വിശ്വസിക്കണം. അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ ഈ വർഷം, ഈ 2021 അതെനിക്ക് ലഭിച്ചു, അതിന് കിട്ടും, അതിന് കിട്ടി, ദൈവം എനിക്ക് തന്നു എന്ന് പറയുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതായത് കാണപ്പെടാത്തത് കാണുന്നതാണ് വിശ്വാസം, കാണപ്പെടാത്തത് കാണുന്നതാണ് ദർശനം, കാണപ്പെടാത്തത് കാണുന്നതാണ് സ്വപ്നം. ഇങ്ങനെ നാം ഈ വർഷം എന്താണോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അത് വിശ്വാസത്താൽ സ്വപ്നം കണ്ട്, അത് വിശ്വാസത്താൽ ദർശനം കണ്ട്, അത് വിശ്വാസത്താൽ ലഭിച്ചതായി കിട്ടിയതായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് നാം പ്രാപിക്കുന്നതിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതിനായി ഈ വർഷം ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുവാൻ നല്ല നല്ല ദർശനങ്ങൾ ഉണ്ടാകട്ടെ, നല്ല നല്ല വെളിപ്പാടുകൾ നമുക്കുണ്ടാകട്ടെ, നല്ല നല്ല സ്വപ്നങ്ങൾ നമുക്കുണ്ടാകട്ടെ. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി നന്ദി പറയുന്നു. പിതാവിനടുത്ത് പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഈ വർഷം അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ വ്യക്തിപരമായി സംസാരിച്ചു. കർത്താവെ, ദർശനമില്ലാത്തിടത്ത്, വെളിപ്പാടുകളില്ലാത്തിടത്ത് ജനം തെറ്റിപ്പോകുന്നു എന്ന് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങൾ കേട്ടു. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങൾക്കൊരു ദർശനം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നിടത്ത് ഈ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ ചില വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് നീ നൽകുന്നതിനായി നന്ദി പറയുന്നു. ചില ദർശനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന ദർശനങ്ങൾക്ക് ഞങ്ങളൊരു അവധി വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകും. ഈ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാം നന്മയാക്കി മാറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന രോഗികളുണ്ട് കർത്താവേ, അവരുടെ ദർശനം നീ മാറ്റണം. അനേക നാളുകളായി രോഗത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവർക്ക് അവിടുന്ന് വചനം അയച്ച് അവിടുത്തെ മുറിവിനാൽ സൗഖ്യം നൽകണം. അനേകം കിടപ്പ് രോഗികൾ ഈ മാസം, ഈ വർഷം എഴുന്നേറ്റ് നടക്കുന്നവരായി മാറണം. അനേകം ദാരിദ്ര്യം അനുഭവിക്കുന്ന, അനേകം ദുഃഖമനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന, സാമ്പത്തികമായ വിഷയത്തിൻ്റെ മേൽ വിടുതൽ ലഭിക്കുന്ന ഒരു മാസമായി, വർഷമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരണം കർത്താവേ. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും അതിനെ അതിജീവിക്കുന്ന ദൈവകൃപ അനുഭവിക്കുന്ന ഒരു വർഷമായി തീരുവാൻ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം മുഴുവൻ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം, ആത്മീയമായി ഭൗതികമായ എല്ലാ മേഖലയിലും അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണമേ. പിതാവേ, പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.